റെയിൽവേയുടെ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ വൻ മാറ്റം. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ. ഓൺലൈനിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ബുക്കിംഗ് കൗണ്ടറിലെ നേരിട്ടുള്ള ബുക്കിംഗിലാണ് കൂടുതൽ മാറ്റങ്ങൾ. IRCTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അടുത്തിടെ പരിഷ്കരിച്ചിരുന്നു. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളുടെ നേരിട്ടെത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തും. ആദ്യമെത്തുന്നവർക്ക് ആദ്യ ടോക്കണുകൾ എന്ന ക്രമത്തിലായിരിക്കും. ടോക്കൺ വാങ്ങി അതിനനുസരിച്ചായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ക്യൂ നിൽക്കേണ്ടത്. AC ക്ലാസ്സിനുള്ള ടോക്കൺ രാവിലെ 8:30-നും 9:30-നും ഇടയിൽ, നോൺ AC ക്ലാസുകൾക്കുള്ള ടോക്കൺ 9-നും 9:30-നും ഇടയിൽ നൽകും. കൗണ്ടർ ബുക്കിംഗിനും A, B എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. മുൻഗണനാ വിഭാഗമാണ് A. ഇത് പൂർത്തിയായ ശേഷം മാത്രമേ B വിഭാഗത്തെ പരിഗണിക്കുകയുള്ളൂ. തിരക്കും യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ ടോക്കൺ സംവിധാനം വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IRCTC വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ആധാർ ഓതന്റിക്കേഷൻ നിർബന്ധമാണ്. വൺ ടൈം പാസ്വേഡ് അടിച്ച് ഓതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാം. ടിക്കറ്റ് ബുക്കിംഗിനുള്ള അംഗീകൃത ഏജന്റുമാർക്ക് തത്കാൽ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യത്തെ അരമണിക്കൂർ നേരത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വിലക്കുണ്ട്. അതായത് ഏജന്റുമാർക്ക് 10 മുതൽ 10:30 വരെ, 11 മുതൽ 11:30 വരെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവില്ല. IRCTC ബീറ്റ വെബ്സൈറ്റിലെ പരിഷ്കാരം നടപ്പിലായതോടെ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് വേഗതയും മാറ്റവും വന്നിട്ടുണ്ട്. IRCTC പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ച് ബീറ്റ സൈറ്റ് പുറത്തിറങ്ങിയതിനു ശേഷം തത്കാൽ ടിക്കറ്റ് വിൻഡോ തുറന്ന് ആദ്യ 3 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കിയ ബുക്കിംഗുകൾ 5% വർധനവുണ്ടായി. 2026 ജൂലൈ മൊത്തം റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിലെ ഓൺലൈൻ ബുക്കിംഗുകൾ 89.84% എന്ന റെക്കോർഡിലേക്ക് എത്തിയത്. വെബ്സൈറ്റിലെ പ്രവർത്തനങ്ങൾക്ക് വേഗതയുണ്ടെങ്കിലും ആധാർ ഓതന്റിക്കേഷൻ കാരണം പലപ്പോഴും ബുക്കിംഗിന് കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ആധാർ ഓതന്റിക്കേഷൻ മുൻകൂട്ടി തന്നെ പൂർത്തിയാക്കാൻ റെയിൽവേ നിർദ്ദേശിക്കുന്നുണ്ട്.